മാളു കിതച്ചുകൊണ്ട് ഓടിവന്ന ആമി അവളുടെ അടുത്തേക്കിരുന്നു. ക്ലാസ്സിൽ നിന്ന് സാറ് ഇറങ്ങിപ്പോയ ഉടനെ രാധാകൃഷ്ണൻ സാറിന്റെ അവറ് കട്ട് ചെയ്ത് മാളുവിനെ അന്വേഷിച്ചിറങ്ങിയതാണ് അവൾ. ആമിയെ കണ്ടതും മാളുവിന്റെ സങ്കടം ഒന്നുകൂടി കൂടി. സാരമില്ലെന്നേ, ഒരബദ്ധം പറ്റിയതല്ലേ, അതിനിപ്പോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇത്രയ്ക്ക് സീനാക്കേണ്ട കാര്യമൊന്നും ആ സാറിനില്ലായിരുന്നു. അതല്ല ആമി, ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇരുന്ന് എഴുതിയ നോട്ട്സ് എൻ്റെ ടേബിളിൽ തന്നെയുണ്ട്. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയ ആ വെപ്രാളത്തില് ഞാൻ നോക്കാതെ വലിച്ചെടുത്തത് ആ അപ്പുവിൻ്റെ 10ാം ക്ലാസ്സിലെ പഴയ ബുക്കാ. അപ്പോഴാണ് സോനയും കൂടെ 2 കൂട്ടുകാരികളും അങ്ങോട്ടേക്ക് വന്നത്. മാളുവിനെ കണ്ടപ്പോൾ അവരുടെ മുഖത്ത് വല്ലാത്തൊരു പുച്ഛമുണ്ടായിരുന്നു. മാളുവിനെ കളിയാക്കാൻ കിട്ടിയ ഈ അവസരം വെറുതെ വിടാൻ സോനയ്ക്ക് ഉദ്ദേശമില്ലായിരുന്നു. എന്താ മാളവിക, സാറിനെ ഇംപ്രസ് ചെയ്യാൻ നോക്കിയിട്ട് സാറ് പിടിച്ച് പുറത്താക്കിയപ്പോൾ സങ്കടായിപ്പോയോ? മാളു അവളെ നോക്കിയെങ്കിലും ഒന്നും മിണ്ടിയില്ല. പക്ഷെ ആമയ്ക്ക് അത് കേട്ടു നിൽക്കാൻ കഴിഞ്ഞില്ല. നിന്നോടാരെങ്കിലും ഇങ്ങോട്ട് വന്ന് അഭിപ്രായം പറയാൻ പറഞ്ഞോ സോന? നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക്. ആമി എഴുന്നേറ്റ് നിന്ന് ദേഷ്യപ്പെട്ടു. അയ്യോ, എനിക്ക് അഭിപ്രായം പറയാനൊന്നും താല്പര്യമില്ല. ഇവളാ നോട്ട്ബുക്കിൽ വരച്ചു വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. സോന തൻ്റെ കൂട്ടുകാരികളെ നോക്കി ഒന്ന് ചിരിച്ചു. ഭൂതം എന്നൊക്കെ എഴുതി കൊടുത്താ പിന്നെ സാറ് ഇറക്കി വിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. എന്തായാലും ഇവൾക്കിട്ട് നല്ല 8ന്റെ പണി വരുന്നുണ്ട്. ഇത്രയും പറഞ്ഞിട്ട് അവർ കളിയാക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും നടന്നുപോയി. നീ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ആമി അവൾക്ക് ധൈര്യം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും ആമിക്കും ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഇല്ല ആമി, എനിക്കിപ്പം തന്നെ പോയി സാറിനെ കാണണം. അല്ലെങ്കിൽ സാറ് വിചാരിക്കും ഞാൻ പുള്ളിയെ കളിയാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാണെന്ന്. മാളു ധൃതിയിൽ എഴുന്നേറ്റു. വേണ്ട മാളു, പുള്ളി ഇപ്പം നല്ല കലിപ്പിലാവും. നമുക്ക് പിന്നെ പോവാം. ആമി തടയാൻ ശ്രമിച്ചു. ഇല്ല, ഞാൻ ഇപ്പം തന്നെ പോയി പറയും. മാളു ഉറച്ച തീരുമാനത്തിലായിരുന്നു. അവൾ നേരെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നു. പിന്നാലെ ആമിയും ഉണ്ടായിരുന്നു. സ്റ്റാഫ് റൂമിൻ്റെ വാതിൽക്കലെത്തി അകത്തേക്ക് നോക്കിയപ്പോൾ അഭിമന്യു സാറ് ഒരു മൂലയിലുള്ള തൻ്റെ ടേബിളിൽ ഇരിക്കുകയായിരുന്നു. വലിയൊരു നെഞ്ചിടിപ്പോടെ മാളു പതുക്കെ അകത്തേക്ക് കയറി ആ ടേബിളിനരികിൽ ചെന്ന് നിന്നു. സാർ, മാളുവിൻ്റെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങി. അഭിമന്യു സാർ പതുക്കെ തലയുയർത്തി അവളെ നോക്കി. എന്താ? വളരെ പതുക്കെയുള്ള എന്നാൽ ഗൗരവം നിറഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം ചോദിച്ചു. സാർ, അതെൻ്റെ ബുക്കായിരുന്നില്ല സാർ. രാവിലെ എഴുന്നേൽക്കാൻ വൈകിയപ്പോൾ ധൃതിയിൽ അനിയൻ്റെ പഴയ ബുക്ക് മാറിയെടുത്തതാ. ഞാൻ ഇന്നലെ തന്നെ നോട്ട്സൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മാളു പറഞ്ഞു തീർത്തു. അഭിമന്യു സാറ് അവളെ ഒന്ന് അടിമുടി നോക്കി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടായിരുന്നില്ല. കയ്യിലിരുന്ന പേന ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. തൻ്റെ വീട്ടിലെ കഥയൊന്നും എനിക്ക് കേൾക്കണ്ട. ഒരു അസൈൻമെൻറ്റ് തന്നാൽ അത് റെസ്പോൺസിബിലിറ്റിയോടെ ചെയ്യാൻ അറിയാത്തവരൊന്നും എൻ്റെ ക്ലാസ്സിലിരിക്കണ്ട. അല്ല സാർ, ഞാൻ സത്യമായിട്ടും. സ്റ്റോപ്പ് ഇറ്റ്, അദ്ദേഹം പെട്ടെന്ന് ശബ്ദമുയർത്തി. അത് കേട്ട് ചുറ്റുമുള്ള മറ്റധ്യാപകരും അവരെ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നാളെ വരുമ്പോൾ ശരിയായ നോട്ട്സുമായിട്ട് വന്നാൽ മതി. അല്ലാതെ എൻ്റെ ക്ലാസ്സിൽ കയറാൻ നിൽക്കണ്ട. യു ക്യാൻ ലീവ്. അദ്ദേഹം തൻ്റെ ഫയലുകളിലേക്ക് തന്നെ ശ്രദ്ധ തിരിച്ചു. ഇനി അവിടെ നിന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന് മാളുവിന് മനസ്സിലായി. മറ്റധ്യാപകരും തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ വേഗം സ്റ്റാഫ് റൂമിൽ നിന്നും പുറത്തേക്ക് കടന്നു. അന്നത്തെ ദിവസം എങ്ങനെയൊക്കെയോ തള്ളി നീക്കി മാളു വീട്ടിലെത്തി. വല്ലാത്തൊരു ക്ഷീണത്തോടെ അവൾ ബാഗ് കട്ടിലേക്കിട്ട് കസേരയിലേക്ക് വീണു. അപ്പോഴാണ് അപ്പു ചിരിച്ചുകൊണ്ട് ആ റൂമിലേക്ക് വന്നത്.
എന്താ ചേച്ചി, ഇന്നത്തെ കോളേജൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അവൻ വല്ലാത്തൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. നീ പോടാ അവിടെന്ന്. നീ കാരണം എനിക്കിന്ന് ക്ലാസ്സിൽ നിന്ന് ഗെറ്റ് ഔട്ട് കിട്ടി. മാളു ദേഷ്യത്തോടെ അവനെ നോക്കി. അവൻ ചിരി അടക്കി പിടിച്ചുകൊണ്ട് തൻ്റെ കൈക്ക് പുറകിൽ ഒളിച്ചു വെച്ചിരുന്ന ആ ബുക്ക് അവളുടെ മുന്നിലേക്ക് നീട്ടി. നിന്റെ എക്കണോമിക്സ് നോട്ട്സ് ദേ എൻ്റെ ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ രാവിലെ നീ ഏത് ബുക്കാ എടുത്തോണ്ട് പോയേ? ആ കറുത്ത ചട്ടയുള്ള പഴയ ബുക്കാണോ? അപ്പുവിൻ്റെ കയ്യിലിരിക്കുന്ന തൻ്റെ എക്കണോമിക്സ് നോട്ട്സ് കണ്ടപ്പോൾ മാളുവിന് വല്ലാത്തൊരു സങ്കടവും നിരാശയുമാണ് തോന്നിയത്. താൻ ഇന്നലെ രാത്രി ഉറക്കമൊഴിഞ്ഞ് കഷ്ടപ്പെട്ട് എഴുതിയത് മുഴുവൻ ഇവിടെ വെറുതെ ഇരിപ്പുണ്ട്. പകരം ആ പഴയ ബുക്കും കൊണ്ടുപോയി ക്ലാസ്സിൽ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്തയും കേട്ടു. പിന്നെ അവൾക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. രാത്രി ഭക്ഷണം കഴിക്കാൻ എല്ലാവരും ഒന്നിച്ചിരുന്നപ്പോഴും മാളു ഒന്നും മിണ്ടാതെ പാത്രത്തിലെ ചോറ് വെറുതെ ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അച്ഛനും അമ്മയും എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അവളൊന്ന് മൂളുക മാത്രം ചെയ്തു. ഭക്ഷണം പകുതിക്ക് വെച്ച് നിർത്തി അവൾ വേഗം കൈകഴുകി റൂമിലേക്ക് പോയി. കട്ടിലിൽ പുതപ്പ് വലിച്ച് മൂടിക്കിടക്കുമ്പോഴും മാളുവിൻ്റെ മനസ്സിൽ ആ സ്റ്റാഫ് റൂമിലെയും ക്ലാസ്സിലെയും സീനുകൾ വട്ടം കറങ്ങുകയായിരുന്നു. എന്തിനാ അയാൾ എന്നോട് ഇത്രയും ദേഷ്യപ്പെട്ടത്? ഒരബദ്ധം പറ്റിയതല്ലേ എന്ന് ഞാൻ പറഞ്ഞിട്ടും ഒന്ന് കേൾക്കാൻ പോലും അയാൾ തയ്യാറായില്ലല്ലോ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ ഇങ്ങനെ അപമാനിക്കേണ്ട വല്ല കാര്യമുണ്ടായിരുന്നോ? ആ മുഖം ഓർക്കും തോറും അവൾക്ക് സങ്കടവും അതിലേറെ ദേഷ്യവും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് എപ്പോഴോ അവൾ ഉറങ്ങിപ്പോയി. ഇതേ സമയം നഗരത്തിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി വളരെ ശാന്തമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലായിരുന്നു അഭിമന്യുവിൻ്റെ വീട്. ചെറിയൊരു ഗാർഡനൊക്കെയുള്ള മനോഹരമായൊരു ഇരുനില വീട്. അച്ഛൻ മരിച്ചു പോയതിനു ശേഷം അഭിമന്യുവും അവൻ്റെ അമ്മ സുഭദ്രയും മാത്രമാണ് അവിടെ താമസം. വീടിൻ്റെ മുകളിലത്തെ നിലയിലുള്ള അഭിമന്യുവിൻ്റെ റൂം അവൻ്റെ സ്വഭാവം പോലെ തന്നെ വളരെ അടുക്കും ചിട്ടയും ഉള്ളതായിരുന്നു. ആവശ്യമില്ലാത്ത ഒരു സാധനം പോലും അവിടെ കാണാൻ കഴിയില്ല. പുസ്തകങ്ങളൊക്കെ അതിൻ്റെ റാക്കിൽ കൃത്യമായി അടുക്കി വെച്ചിട്ടുണ്ട്. റൂമിലെ സ്റ്റഡി ടേബിളിൽ ലാപ്ടോപ്പും തുറന്നു വെച്ച് നാളത്തെ ക്ലാസ്സിലേക്കുള്ള നോട്ട്സ് പ്രിപ്പയർ ചെയ്യുകയായിരുന്നു അവൻ. കണ്ണട വെച്ച് സ്ലൈഡുകൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അവൻ്റെ വിരലുകൾ പെട്ടെന്ന് കീബോർഡിൽ നിശ്ചലമായി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് വന്നത് രാവിലെ ക്ലാസ്സിൽ വെച്ച് താൻ ചീത്ത പറഞ്ഞ ആ പെൺകുട്ടിയുടെ മുഖമായിരുന്നു. സ്റ്റാഫ് റൂമിൽ വെച്ച് തന്നെ ന്യായീകരിക്കാൻ അവൾ പറഞ്ഞ വാക്കുകൾ അവൻ്റെ കാതിൽ ഒന്നുകൂടി മുഴങ്ങി. ഞാൻ പറഞ്ഞത് കുറച്ച് കടുത്തു പോയോ? അവൻ മനസ്സിൽ വെറുതെ ഒന്ന് ചിന്തിച്ചു. പക്ഷേ അടുത്ത നിമിഷം തന്നെ ആ ചിന്ത അവൻ തലയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. ഏയ്, അത്രയും അവൾക്ക് കിട്ടേണ്ടത് തന്നെയായിരുന്നു. ഒരു തെറ്റ് ചെയ്തിട്ട് അത് ന്യായീകരിക്കാൻ നിൽക്കുന്നത് എനിക്ക് പണ്ടേ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. മുഖത്തേക്ക് വീണ്ടും ആ പഴയ കലിപ്പം ഭാവം തിരിച്ചു വന്നു. അവൻ വീണ്ടും ലാപ്ടോപ്പിലേക്ക് ശ്രദ്ധ തിരിക്കാൻ ശ്രമിച്ചപ്പോഴാണ് റൂമിൻ്റെ വാതിൽക്കൽ പതുക്കെയുള്ളൊരു മുട്ട് കേട്ടത്. അമ്മ സുഭദ്രയായിരുന്നു അത്. എന്തേ, നീ കഴിക്കുന്നില്ലേ മോനെ? സമയം ഒരുപാടായി. താഴേക്ക് വാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ദാ വരുന്നു അമ്മേ എന്ന് പറഞ്ഞ് അവൻ ലാപ്ടോപ്പ് മടക്കി വെച്ച് എഴുന്നേറ്റ് താഴേക്ക് നടന്നു. പിറ്റേ ദിവസം രാവിലെ കോളേജിലേക്ക് പോകാൻ മാളുവിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും ആമയുടെ നിർബന്ധം കൊണ്ടും ശരിയായ നോട്ട്സ് സാറിനെ ഏൽപ്പിക്കണമെന്നുള്ളത് കൊണ്ടും അവൾ എങ്ങനെയൊക്കെയോ ക്ലാസ്സിലെത്തി. ക്ലാസ്സിലെത്തിയ ഉടനെ മാളു തൻ്റെ എക്കണോമിക് നോട്ട്സ് എടുത്ത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. ബാക്കി എല്ലാവരും ഇന്നലെ തന്നെ കൊടുത്തതുകൊണ്ട് ആ വലിയ ടേബിളിൽ അവളുടെ ബുക്ക് മാത്രമായിരുന്നു ഒറ്റയ്ക്ക് ഇരുന്നിരുന്നത്. ഫസ്റ്റ് അവർ തുടങ്ങാനുള്ള ബെല്ലടിച്ചു.
വരാന്തയിലൂടെ ആ പരിചിതമായ കാൽവെപ്പുകൾ കേട്ടതും ക്ലാസ്സിൽ വീണ്ടും ശ്മശാന മൂകത പരന്നു. എല്ലാവരും വേഗം അവരവരുടെ സീറ്റുകളിൽ നിവർന്നിരുന്നു. അഭിമന്യു ക്ലാസ്സിലേക്ക് കയറി വന്നു. വളരെ ഗൗരവത്തിൽ ടേബിളിനരികിൽ വന്ന് നിന്ന അവൻ്റെ കണ്ണുകൾ ആദ്യം പോയത് അവിടെയിരുന്ന ആ ഒറ്റ നോട്ട് ബുക്കിലേക്കാണ്. അവൻ പതുക്കെ തലയുയർത്തി മാളുവിനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ ദേഷ്യമോ സഹതാപമോ ഒന്നുമില്ലായിരുന്നു. വളരെ സാധാരണമായൊരു നോട്ടം. എന്നിട്ട് അവൻ ആ ബുക്ക് തുറന്നു. മാളുവിൻ്റെ നെഞ്ചിടിപ്പ് കൂടാൻ തുടങ്ങി. അഭിമന്യു ഓരോ പേജുകളും പതുക്കെ മറിച്ചു നോക്കി. നോട്ട്സ് എല്ലാം വളരെ കൃത്യമായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൈയക്ഷരവും വളരെ വ്യക്തമാണ്. ഒരക്ഷരം പോലും മിണ്ടാതെ അവൻ ആ ബുക്ക് മടക്കി അവിടെ തന്നെ വെച്ചു. മാളുവിന് അപ്പോഴാണ് ശ്വാസം നേരെ വീണത്. അറ്റൻഡൻസ് എടുത്ത ശേഷം അവൻ പതിവ് പോലെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. ബോർഡിൽ കാര്യങ്ങൾ എഴുതി വിശദീകരിക്കുന്നതിനിടയിലും അവൻ്റെ നോട്ടം ഇടയ്ക്ക് മാളുവിലേക്ക് പോകുന്നുണ്ടായിരുന്നു. മുൻബെഞ്ചിലിരുന്ന് താൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവളുടെ മുഖം വല്ലാതെ മങ്ങിയിരിക്കുന്നത് അവൻ കണ്ടു. ഇന്നലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ചീത്ത പറഞ്ഞതിൻ്റെ സങ്കടം ആ മുഖത്ത് വ്യക്തമായി കാണാമായിരുന്നു. അഭിമന്യു അത് ശ്രദ്ധിച്ചെങ്കിലും അതൊന്നും വലിയ കാര്യമായി എടുക്കാത്തതുപോലെ അവൻ വീണ്ടും തൻ്റെ ക്ലാസ്സിലേക്ക് ഫോക്കസ് ചെയ്തു. തൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ചയും വരാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. ഏകദേശം ക്ലാസ് തീരാനായപ്പോഴേക്കും അവൻ ചോക്ക് ടേബിളിലേക്ക് വെച്ചിട്ട് ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും നോക്കി പറഞ്ഞു, നാളെ ഫസ്റ്റ് അവർ ഞാനൊരു ടെസ്റ്റ് പേപ്പർ നടത്തുന്നുണ്ട്. ഇതുവരെ എടുത്ത പോർഷൻസ് മുഴുവൻ അതിലുണ്ടാവും. എല്ലാവരും നന്നായി പഠിച്ചിട്ട് വരിക. വളരെ കർശനമായ സ്വരത്തിൽ ഇത്രയും പറഞ്ഞിട്ട് അവൻ തൻ്റെ ബുക്കുകളും ഫോണും എടുത്ത് ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയി. അഭിമന്യു പോയതും ക്ലാസ്സിൽ വീണ്ടും കുട്ടികളുടെ സംസാരം തുടങ്ങി. അഭിമന്യു ക്ലാസ്സിൽ നിന്നിറങ്ങിപ്പോയതും മാളു നീണ്ടൊരു ശ്വാസം പുറത്തേക്ക് വിട്ടു. ഇതുവരെ പിടിച്ചു വച്ചിരുന്ന ശ്വാസം അപ്പോഴാണ് അവൾക്ക് നേരെ വിടാൻ കഴിഞ്ഞത്. അവളുടെ മുഖത്തെ ആ ഭയവും ടെൻഷനും പതുക്കെ മാറി. അവിടെ പഴയ കുറുമ്പ് വീണ്ടും തിരികെ വന്നു തുടങ്ങിയിരുന്നു. അമ്മച്ചിയെ രക്ഷപ്പെട്ടു. ആമി വലിയൊരു നെടുവീർപ്പോടെ മാളുവിനെ നോക്കി. മാളു, നിന്റെ പേടിയൊക്കെ മാറിയോ? പിന്നെ പേടിക്കാതെ. ഇന്നലെ ഞാൻ കൊടുത്ത ആ പഴയ ബുക്കിൻ്റെ കലിപ്പില് ഇന്നെൻ്റെ നോട്ട്സിൽ അയാൾ വല്ല കുറ്റവും കണ്ടുപിടിച്ച് എന്നെ വീണ്ടും പുറത്താക്കുക എന്നതായിരുന്നു എൻ്റെ വലിയ ടെൻഷൻ. അതിപ്പോൾ കഴിഞ്ഞില്ലേ? നോട്ട് കൊടുത്ത് എൻ്റെ തലവേദന ഒഴിഞ്ഞു. മാള് വലിയൊരു ആശ്വാസത്തോടെ പറഞ്ഞു. എന്നിട്ട് അവൾ ചുറ്റും ഒന്ന് നോക്കിയിട്ട് ശബ്ദം കുറച്ച് ആമിയോട് പറഞ്ഞു, പക്ഷെ ഇന്നലെ യാതൊരു ആവശ്യമില്ലാതെ ക്ലാസ്സിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അയാൾ എന്നെ അത്ര അപമാനിച്ചില്ലേ? അതിന് ഞാൻ പലിശ സഹിതം തിരിച്ചു കൊടുക്കും. എൻ്റെ നോട്ട്സിൽ തെറ്റ് കണ്ടുപിടിക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ മിണ്ടാതിരുന്നത്. അത് കേട്ട് ആമി അവളെ നോക്കി. മാളു, വേണ്ടാത്ത പണിക്ക് നിൽക്കരുത്. അയാൾ ശരിക്കും ഒരു കലിപ്പനാണ് അയാൾ. നിനക്ക് വീണ്ടും വല്ല പണിയും കിട്ടും. അങ്ങനെ എളുപ്പം പണി മേടിക്കാൻ ഈ മാളവിക തയ്യാറല്ല മോളെ. എന്നെ അപമാനിച്ചതിന് ഞാൻ അയാൾക്കൊരു 8ന്റെ പണി കൊടുക്കും. ഈ പാവം മുഖം കണ്ട് അയാൾ എന്നെ അങ്ങ് വിലയിരുത്തണ്ട. ഞാൻ കൊടുക്കാൻ പോകുന്ന പണിയിൽ അയാൾ ശരിക്കും ഞെട്ടും. നീ കണ്ടോ? മാളു വളരെ ആവേശത്തോടെ പറഞ്ഞു. വാടി, ക്യാൻറ്റീനിൽ പോവാം. ഇന്നലത്തെ സംഭവത്തിന് ശേഷം എനിക്ക് ഒന്നിനും ഒരു ഉഷാറുണ്ടായിരുന്നില്ല. മാളുവിൻ്റെ ആ മാറ്റം കണ്ട് ആമി വെറുതെ ഒന്ന് തലയാട്ടി. അവർ രണ്ടുപേരും വേഗം ക്യാൻറ്റീനിലേക്ക് നടന്നു. ക്യാൻറ്റീനിൽ പോയി സുഖുവേട്ടനോട് 2 കോഫി പറഞ്ഞിട്ട് അവരൊരു ടേബിളിൽ പോയിരുന്നു. ആമിയോട് എന്തൊക്കെയോ തമാശ പറഞ്ഞ് വലിയ ചിരിയിലാണ് മാളു. അപ്പോഴാണ്
അപ്രതീക്ഷിതമായി ക്യാൻറ്റീനിലേക്ക് അഭിമന്യു കയറി വന്നത്. അവൻ അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവൻ്റെ കണ്ണുകൾ മാളുവിലേക്കൊന്ന് പോയി. അവനെ വേഗം കണ്ടതും ആമു ചിരിയൊക്കെ നിർത്തി വേഗം എഴുന്നേറ്റ് ബഹുമാനത്തോടെ പറഞ്ഞു, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. അവൻ പതുക്കെ ഒന്ന് തലയാട്ടി. എന്നാൽ മാളു അവനെ കണ്ട ഭാവം പോലും നടിച്ചില്ല. അവൾ പെട്ടെന്ന് മുഖം വെട്ടിത്തിരിച്ച് ഒട്ടും താല്പര്യമില്ലാത്ത പോലെ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയിരിപ്പായി. അവളുടെ ആ ഇരിപ്പും ഭാവവും കണ്ട് അഭിമന്യുവിൻ്റെ മുഖത്ത് ഒരു നിമിഷം ദേഷ്യം വന്നു. അഹങ്കാരി. ഇന്നലെ തെറ്റ് ചെയ്തതിന് കരഞ്ഞു മെഴുകി ഇറങ്ങിപ്പോയവളാ. അവളുടെ ഒരു ജാട, അവൻ മനസ്സിൽ വിചാരിച്ചു. ഒന്നും മിണ്ടാതെ അവൻ അവരുടെ അടുത്തുള്ള മറ്റൊരു ടേബിളിൽ പോയിരുന്നു. സുകുവേട്ടൻ വേഗം അവൻ്റെ അടുത്തേക്ക് വന്നു. സാറേ, എന്താ വേണ്ടേ? ഒരു ചായ മതി സുകുവേട്ടാ, അഭിമന്യു പറഞ്ഞു. ഓക്കെ സാർ, ഇപ്പൊ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് സുകുവേട്ടൻ വേഗം പോയി ഒരു ചായയുമായി വന്നു. ചായ കുടിക്കുന്നതിനിടയിലും അഭിമന്യുവിൻ്റെ നോട്ടം ഇടയ്ക്ക് മാളുവിലേക്ക് പോകുന്നുണ്ടായിരുന്നു. രാവിലെ ക്ലാസ്സിൽ കണ്ട ആ പേടിച്ചിരണ്ട മുഖമേ അല്ല അവൾക്കിപ്പോൾ. അവൾ വീണ്ടും ആമയോട് വളരെ ഉഷാറായി സംസാരിച്ചു തുടങ്ങിയിരുന്നു. ഇവളൊരു വല്ലാത്ത ഐറ്റം തന്നെ എന്നവൻ വെറുതെ മനസ്സിൽ ചിന്തിച്ചു. ചായ കുടിച്ച് തീർത്ത് പൈസയും കൊടുത്ത് അവൻ ക്യാൻറ്റീനിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് നോക്കി മാളുവിൻ്റെ മുഖത്ത് വീണ്ടും ആ കള്ളച്ചിരി വിടർന്നു. കാത്തിരുന്നോ മിസ്റ്റർ അഭിമന്യു, നിങ്ങൾക്ക് ഞാനൊരു പണി തരും, മാളു മനസ്സിൽ ഉറപ്പിച്ചു. തുടരും. നമ്മുടെ മേഘമൽഹാർ കഥയുടെ മൂന്നാമത്തെ ഭാഗമാണ്. ബാക്കി 2 ഭാഗങ്ങളും കണ്ടിട്ടില്ലെങ്കിൽ അത് ഉറപ്പായും കാണാം കേട്ടോ. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അവിടെ മേഘമൽഹാർ എന്നുള്ള പേരിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോസും കാണാൻ സാധിക്കുമേ. കഥ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഉറപ്പായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇനി വീഡിയോസ് മിസ് ചെയ്യാതെ കാണാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ കാണാം കേട്ടോ. ബൈ ബൈ.